ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മാവേലിക്കരയാണ് ഇന്നത്തെ രണ്ടാമത്തെ മണ്ഡലം. ഓർക്കണം, കഴിഞ്ഞ പി മാർക്ക് മാതൃഭൂമി ന്യൂസ് ഒപ്പീനിയൻ പോളിൽ തുല്യമായി വന്ന ടൈ ആയി വന്ന മണ്ഡലമാണ് മാവേലിക്കര. 41-41 മാറ്റമുണ്ടാകുമോ അതിൽ? അതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 10ാം തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ അട്ടിമറിക്കാൻ അരുൺകുമാറിന് കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. CPIയുടെ യുവ നേതാവ് CA അരുൺകുമാർ വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട് മാവേലിക്കരയിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ ഒപ്പീനിയൻ പോളിൽ UDF-ഉം LDF-ഉം തുല്യ നിലയിൽ 41-41 എന്ന തുല്യ നിലയിൽ വന്നത്. അതിനും മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ബൈജു കലാശാല കൂടി അവിടെ NDAക്ക് വേണ്ടി രംഗത്തുണ്ട്. എന്തും സംഭവിക്കാം മാവേലിക്കരയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും പറയുന്നു. വളരെ ശക്തമായ പോരാട്ടം തന്നെ അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 10 തവണയായി മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനോട് ആളുകൾക്ക് പൊതുവെയും കോൺഗ്രസുകാരുടെ ഇടയിലും ഒക്കെയും എതിർപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് ഇനി വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് 2 തവണ തോറ്റിട്ടുണ്ട്, പക്ഷേ ജനങ്ങളുമായിട്ട് നിലനിർത്തുന്ന ബന്ധം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. ആ മാവേലിക്കരയിൽ ഇപ്പോൾ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് ഒന്നറിഞ്ഞാൽ പെട്ടെന്ന് നോക്കി വരാം. യെസ്, മാവേലിക്കരയിൽ ആരാണ്? മാവേലിക്കരയിൽ നോക്കൂ, മാവേലിക്കരയിൽ അതെ, കൊടിക്കുന്നിൽ സുരേഷ് അല്പം മുന്നിലെത്തിയിരിക്കുന്നു. 1%, വെറും 1% മാത്രം. 1% മുൻതൂക്കം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും മാറാവുന്നതാണ്. നോക്കൂ, കൊടിക്കുന്നിൽ സുരേഷ് 41, CA അരുൺകുമാർ 40, ബൈജു കലാശാല 17. ഇഞ്ചോടിഞ്ച് പോരെന്ന് നമുക്ക് പറയാം. അരുൺകുമാറിന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഓടി പിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒറ്റ പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ മുന്നിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മണ്ഡലത്തെ പൂർണ്ണമായും UDF നേടുന്ന മണ്ഡലം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താനേ കഴിയില്ല. ഇത് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന, വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ നേരെ ടൈ ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരൊറ്റ പോയിന്റിന്റെ അഡ്വാൻറ്റേജിൽ കൊടിക്കുന്നിൽ സുരേഷ്. നേരത്തെ അഭിലാഷ്, നമ്മൾ ഇപ്പൊ കണ്ണൂരിന്റെ കാര്യം എടുക്കുമ്പോഴും ഒറ്റ പെർസെന്റേജിനാണ് MV ജയരാജൻ മുന്നിലെത്തിയത് എന്ന് പറയുന്ന പോലെ അതും എങ്ങോട്ടും അറിയാം. അതുപോലെ തന്നെയാണ് മാവേലിക്കരയുടെ കാര്യവും. ഈ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതനുസരിച്ച്, ഈ ഒരു ഡേറ്റ അനുസരിച്ച് വളരെ വിധി നിർണായകമാണ്. BJP അല്ലെങ്കിൽ BDJS അവിടെ NDAയുടെ വോട്ട് ഷെയർ ഉയർത്തുന്നുണ്ട്. 17ലേക്ക് ബൈജു കലാശാലയുടെ വോട്ട് ഷെയർ ഉയരും എന്ന് പറയുന്നു. ആ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാമുദായിക സമവാക്യങ്ങളുടെ കൂടി സഹായത്തോടെയാണെങ്കിലും വോട്ട് വിഹിതം ഉയർത്താൻ അവിടെ NDAക്ക് കഴിയുന്നുണ്ട്. അതും ഒരു ഫാക്ടർ ആവുകയാണ്. അത് BJPക്ക് കഴിയും. മാത്രമല്ല, ബൈജു കലാശാല നേരത്തെ അവിടെ മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം. മാവേലിക്കര മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ആരും ജയിക്കാം. അപ്രവചനീയമാണ്. ടു ക്ലോസ് ടു കോൾ. അതാണ് മാവേലിക്കരയെ കുറിച്ച് ഈ സർവേക്ക് പറയാനുള്ള അവസാനത്തെ കമന്റ്.